89.6 FM സർഗക്ഷേത്ര. SK ജംഗ്ഷൻ. ഗർഭകാലം എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൈമാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ഒരു ടൈമിന് വേണ്ടി കൊതിച്ചിരിക്കുന്ന, ആഗ്രഹിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരൊക്കെ കേൾക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഇന്ന് SK ജംഗ്ഷനിലൂടെ നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. അമ്മയുടെയും കുഞ്ഞിൻ്റെയും മാനസികവും ശാരീരികവുമായിട്ടുള്ള ആരോഗ്യത്തിന് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, ചില മുന്നൊരുക്കങ്ങളുണ്ട്. തുടങ്ങിയ കാര്യങ്ങളാണ് SK ജംഗ്ഷനിൽ ഇനി മുഴുനീളം നമ്മൾ 2 മണിക്കൂറോളം കേൾക്കാനായിട്ട് പോകുന്നത്. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായി നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഡോക്ടർ ബനീഷ KP, കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ഫ്രം മീറ്റര ഹോസ്പിറ്റൽ, തിലകം. മാം, വെൽക്കം ടു ദ ഷോ. താങ്ക് യു മാം. നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്, അല്ലെങ്കിൽ കേൾക്കാനായിട്ട് പോകുന്നത്, അറിയാനായിട്ട് പോകുന്നത് ഈ ഒരു ഗർഭധാരണത്തെ കുറിച്ചാണ്. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ആദ്യമേ ചോദിക്കാനായിട്ടുള്ളത് എന്താണ് ഈ പ്രീ കൺസെപ്ഷൻ കൗൺസിലിംഗ് എന്നുള്ളതാണ്. ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ SK ജംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, പ്രീ കൺസെപ്ഷണൽ കൗൺസിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗർഭിണി ആവാൻ പ്ലാൻ ചെയ്യുന്ന കപ്പിൾ നേരത്തെ ഡോക്ടറിനെ കണ്ട് എന്തൊക്കെയാണ് ഗർഭം പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, എന്തെങ്കിലും മരുന്നുകൾ കഴിക്കണോ, ബ്ലഡ് ടെസ്റ്റ് അങ്ങനെ എന്തെങ്കിലും ചെയ്യണോ, നമുക്ക് വേറെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ എന്നുള്ളത് നേരത്തെ കണ്ടുപിടിക്കുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നേരത്തെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നേരത്തെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗർഭം പ്ലാൻ ചെയ്യുന്ന കപ്പിളിനോട് നേരത്തെ തന്നെ ഡോക്ടറിനെ കണ്ട് കൗൺസിലിംഗ് എടുക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നത്. ഓക്കെ, അപ്പം ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്തുമാത്രമാണ്. ഇപ്പം ചില ആളുകൾ, അല്ലെങ്കിൽ പണ്ട് മുതലുള്ള സാഹചര്യം ചിലർ പറയും, ഓക്കെ ഞങ്ങൾ ഇതൊന്നും എടുത്തിട്ടില്ല, പിന്നെ എന്തിനാണ് ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനത്തെ ഓരോ കുട്ടികളുടെ ഓരോ ശീലവേ എന്നൊക്കെ പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്തുമാത്രമാണ്? ഇമ്പോർട്ടൻസ് പറഞ്ഞാൽ ഇപ്പം പണ്ടത്തെ പോലെ അല്ല, ഒരുപാട് അസുഖങ്ങൾ കൂടുതലുള്ള സമയമാണ്. ഇപ്പോൾ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, തൈറോയിഡ്, അങ്ങനെ ഒത്തിരി അസുഖങ്ങൾ കൂടുതലുള്ള സമയമാണ്. അപ്പോൾ നമുക്ക് പണ്ട് ഇതുപോലത്തെ അസുഖങ്ങളൊന്നും ആർക്കും ഇല്ലായിരുന്നു. എല്ലാവരും നന്നായിട്ട് ജോലി ചെയ്യുമായിരുന്നു. ഇപ്പോഴത്തെ ആൾക്കാർ കുറച്ച് സെഡൻറ്ററി ആണ്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ അസുഖങ്ങൾ, ലൈഫ് സ്റ്റൈൽ ഡിസീസസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നേരത്തെ നമ്മളെല്ലാം അറിഞ്ഞിരുന്നാൽ നമുക്ക് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കാം. അപ്പോൾ നമുക്കൊരു ഹെൽത്തി പ്രഗ്നൻസി പ്ലാൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തുമാത്രമാണ്, അത് അനിവാര്യമാണ് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ കേട്ടു. SK ജംഗ്ഷനിലൂടെ ഗർഭധാരണത്തെക്കുറിച്ചുള്ള പല വിധമായിട്ടുള്ള സംശയങ്ങളുണ്ട്, പലർക്കും പല അറിവുകൾ അറിയേണ്ടതായിട്ടുണ്ട്. അതൊക്കെ കേൾക്കാം. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം, കരുതലായി, കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK ജംഗ്ഷൻ. വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെയുള്ളത് ജോ ആണ്. ഇന്ന് നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഡോക്ടർ ബനീഷ KP, കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ഫ്രം മീറ്റര ഹോസ്പിറ്റൽ, തിലകം. ഗർഭധാരണത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ആൻഡ് ഇന്നത്തെ സമൂഹത്തിൽ എല്ലാവരും വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ എല്ലാവരും ഫോളോ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു സ്ത്രീയാണ് ഗർഭിണി എന്നുണ്ടെങ്കിൽ സ്ത്രീ മാത്രമാണ് ഇതിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി എന്നുള്ള ഒരു മിസ്കൺസെപ്ഷനൊക്കെ മാറി. ഇപ്പം ആ ഒരു കുടുംബം, അല്ലെങ്കിൽ ആ ഒരു ഭർത്താവ് ഇതൊക്കെ ഏറ്റെടുത്ത് എൻ്റെ ഭാര്യനെ ഞാൻ സംരക്ഷിക്കണം, അല്ലെങ്കിൽ എൻ്റെ മോളെ ഞാൻ സംരക്ഷിക്കണം തുടങ്ങിയ കാര്യങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് തുടങ്ങി എന്നുള്ളത് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട, അല്ലെങ്കിൽ അവർ അറിഞ്ഞിരിക്കേണ്ട കുറേ അധികമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, കുറേ അറിവുകളുണ്ട്. അതൊക്കെയാണ് ഇന്ന് SK ജംഗ്ഷനിൽ നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഡോക്ടർ ബനീഷ KP, കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ഫ്രം മീറ്റര ഹോസ്പിറ്റൽ, തിലകം. ഡോക്ടറിലേക്ക് പോകണമെങ്കിൽ ഡോക്ടർ ചോദിക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ദമ്പതികൾ നമ്മളൊരു ഗർഭധാരണം, അല്ലെങ്കിൽ യെസ് ഇറ്റ്സ് ഔർ ടൈം എന്നിവർ ആലോചിക്കുമ്പോൾ, അല്ലെങ്കിൽ അവർ അങ്ങനെ ഒരു തീരുമാനത്തിലെത്തി, ആ ഒരു തീരുമാനത്തിൽ എത്തിക്കഴിഞ്ഞതിന് എപ്പോഴായിരിക്കണം അവരൊരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യേണ്ടത്? ഏതൊരു ടൈമിലായിരിക്കണം? പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നതിൻ്റെ ഒരു 3-4 മാസം മുൻപ് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ടെസ്റ്റുകളൊക്കെ ചെയ്ത് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ കണ്ടുപിടിക്കുകയാണെങ്കിൽ അതൊക്കെ ട്രീറ്റ് ചെയ്ത് പ്രഗ്നൻസി നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. ഗർഭധാരണത്തിൽ ഒരു കപ്പിൾസ് ആലോചിക്കുമ്പോൾ, അല്ലെങ്കിൽ അവർ തയ്യാറെടുത്ത് കഴിയുമ്പോൾ എപ്പോഴാണ്, എങ്ങനെയാണ് ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ കേട്ടു. ഇനിയും ധാരാളം കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. കേൾക്കാം SK ജംഗ്ഷനിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം, കരുതലായി, കാലത്തിനൊപ്പം. കൂടെയുള്ളത് ജോ ആണ്. 89.6 FM സർഗക്ഷേത്ര. SK ജംഗ്ഷൻ.
വെൽക്കം ബാക്ക് ടു എസ് കെ ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെയുള്ളത് ജോ ആണ്. ഇന്ന് നമ്മൾ എസ് കെ ജംഗ്ഷനിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗർഭധാരണത്തെക്കുറിച്ചാണ്. ഇക്കാര്യത്തെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയി പറയാനായി നമ്മുടെ കൂടെയുള്ളത് ഡോക്ടർ ബനീഷ KP, കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ഫ്രം മിറ്ററ ഹോസ്പിറ്റൽ, തെലകം. മാം, ഈ ഒരു ഗർഭധാരണം ഒരു സ്ത്രീ പുരുഷൻ അല്ലെങ്കിൽ ഒരു കപ്പിൾസ്, ഒരു ദമ്പതികൾ അവർ തീരുമാനിച്ചു. അത് കഴിയുമ്പോൾ അവർ തിരഞ്ഞെടുക്കേണ്ട ഒരു ആരോഗ്യ ഒരു ശൈലി എങ്ങനെയൊക്കെയാണ് അവരുടെ ലൈഫ് സ്റ്റൈൽ ഒരു ചേഞ്ച് വരുത്തേണ്ടത് എന്തൊക്കെയാണ്? ഗർഭധാരണം എന്ന് പറഞ്ഞാൽ സ്ത്രീക്ക് മാത്രമല്ല പുരുഷനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇപ്പം രണ്ടുപേരാണെങ്കിലും സ്മോക്കിംഗ്, ആൽക്കഹോൾ അങ്ങനെ എന്തെങ്കിലും ഹാബിറ്റ്സ് ഉണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക. ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. ഈ ഔട്ട്സൈഡ് ഫുഡ്, ജങ്ക് ഫുഡ്സ്, ആർട്ടിഫിഷ്യൽ കളേഴ്സ്, ഫ്ലേവേഴ്സ് അങ്ങനെയൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഫുഡ്സൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ധാരാളം വെള്ളം കുടിക്കുക, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കഴിക്കുക, റെഗുലറായിട്ട് എന്തെങ്കിലും എക്സസൈസ് ചെയ്യുക. അത് സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും ചെയ്യുന്നത് നല്ലതായിരിക്കും. ഒരുപാട് വെയിറ്റ് കൂടാതെ നോക്കുക. ഒത്തിരി വെയിറ്റ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോൾ അതുപോലത്തെ അസുഖങ്ങളൊക്കെ വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ അസുഖങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കത് പ്രഗ്നൻസിയിൽ അതിൻ്റെ കോംപ്ലിക്കേഷൻസ് കൂടുതലായിരിക്കും. അപ്പോൾ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇനഫ് സ്ലീപ്പ്, ഇനഫ് എക്സസൈസ് എല്ലാം ഗർഭധാരണത്തിന് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പം ഡോക്ടർ പറഞ്ഞ് അവസാനിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ ഒരു ലൈഫ് സ്റ്റൈൽ ചൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഗർഭധാരണത്തിലേക്ക് നമ്മൾ പോകുന്നു എന്ന് നമ്മൾ അറിയുമ്പോൾ തന്നെ നല്ല ഉറക്കം വേണം, എക്സസൈസ് വേണം എന്നൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പാട്ടുകളിലേക്കാണ് പോകുന്നത്. ദിസ് ഈസ് എസ് കെ ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെയുള്ളത് ജോ ആണ്. 89.6 FM സർഗക്ഷേത്ര. SK Junction. വെൽക്കം ബാക്ക് ടു എസ് കെ ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. ഒരു കുഞ്ഞിന് ജന്മം നൽകുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ ഒരു അത്ഭുതകരമായിട്ടുള്ള ഈ ഒരു കാര്യത്തിന് പിന്നിൽ ഒരുപാട് പേരുടെ ഒരു ചെറിയ ശ്രദ്ധയുണ്ട്. ചെറിയതല്ല, വലിയ രീതിയിലുള്ള ശ്രദ്ധയുണ്ട്. ഈ ശ്രദ്ധ എങ്ങനെയൊക്കെ നമുക്ക് കൊടുക്കാം? കുഞ്ഞിൻ്റെയും അമ്മയുടെയും ആരോഗ്യത്തിന്, മാനസികവും ശാരീരികവുമായിട്ടുള്ള ആരോഗ്യത്തിന് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം തുടങ്ങിയതാണ് ഇന്ന് എസ് കെ ജംഗ്ഷനിലൂടെ നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഡോക്ടർ ബനീഷ KP, കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ഫ്രം മിറ്ററ ഹോസ്പിറ്റൽ, തെലകം. മാം, നമ്മൾ ലൈഫ് സ്റ്റൈലിൽ എന്തൊക്കെ നമ്മൾ മാറ്റം വരുത്തണം എന്നുള്ളത് കേട്ടു. ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്ന് പറഞ്ഞത്. അപ്പം ഈ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഈ ഒരു ഗർഭധാരണത്തിലേക്ക് വരുന്ന രണ്ടുപേരും, ഇപ്പം ദമ്പതികൾ അല്ലെങ്കിൽ ഒരു ഗർഭിണിയായ സ്ത്രീ, എന്തൊക്കെ മാറ്റങ്ങളാണ് തങ്ങളുടെ ഡയറ്റിൽ വരുത്തേണ്ടത്? ഡയറ്റ് കൂടുതൽ നമ്മൾ ഒരു ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. കാർബോഹൈഡ്രേറ്റ്സ് കുറയ്ക്കുക, പ്രോട്ടീൻസ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് അതൊക്കെ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ ടൈമിന് കഴിക്കുക, റെഗുലറായിട്ട് രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട് അങ്ങനെ ഇറഗുലറായിട്ട് നമ്മൾ ഒരു നേരം കഴിക്കാതിരിക്കുക. പിന്നെ അടുത്ത സമയം ഒരുപാട് ഹെവി മീൽസ് കഴിക്കുക. അതിനേക്കാളും നല്ലത് നമ്മൾ ഓരോ കൃത്യമായ ടൈമിൽ കൃത്യമായ ക്വാണ്ടിറ്റി ഓഫ് ഫുഡ് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ രാത്രിയിൽ കുറച്ച് ലൈറ്റ് ഡിന്നർ കഴിക്കുന്നതായിരിക്കും. ഏർലി ഡിന്നറാണ്, ലൈറ്റ് ഡിന്നർ കഴിക്കുന്നതായിരിക്കും നല്ലത്. ബ്രേക്ക്ഫാസ്റ്റ് കൂടുതൽ കഴിക്കുക, ലഞ്ച് അതിനേക്കാളും കുറച്ച് കഴിക്കാം, ഡിന്നറും ഏകദേശം അതിനേക്കാളും കുറച്ച് കഴിക്കാം. ഹെവി മീൽസ് എപ്പോഴാണെങ്കിലും അവോയ്ഡ് ചെയ്യുക. കാർബോഹൈഡ്രേറ്റ്സ് കുറയ്ക്കുക, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ധാരാളം ഇൻക്ലൂഡ് ചെയ്യുക, നന്നായിട്ട് വെള്ളം കുടിക്കുക, ഒരു 6 to 8 hours ഉറങ്ങുക. ഇതൊക്കെയാണ് നമ്മളൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്. പിന്നെ റെഗുലറായിട്ട് എന്തെങ്കിലും വർക്കൗട്ട് ചെയ്യുക. അത് ഗർഭിണി ആവാൻ വിചാരിക്കുന്ന സ്ത്രീ മാത്രമല്ല പുരുഷനും ഈ ലൈഫ് സ്റ്റൈൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പം നമ്മൾ ഭക്ഷണ രീതിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം, എന്തൊക്കെ എക്സ്ക്ലൂഡ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ കേട്ടു. ഇതുപോലെ പലതരത്തിലുള്ള സംശയങ്ങൾ നമ്മുടെ മനസ്സിൽ ഇപ്പം ജനിക്കുന്നുണ്ടായിരിക്കും. ഇതിനൊക്കെ ഉത്തരവുമായിട്ട് നമ്മുടെ കൂടെ നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. സോ കേൾക്കാം, അറിയാം എസ് കെ ജംഗ്ഷനിലൂടെ. കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Junction. സർഗക്ഷേത്ര 89.6 FM-ൽ എസ് കെ ജംഗ്ഷനാണ്. ഓരോ അറിവുകളും നമ്മൾ എസ് കെ ജംഗ്ഷനിലൂടെ കേട്ടുകൊണ്ടേ ഇരിക്കുകയാണ്, അറിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഇന്ന് നമ്മൾ കേൾക്കുന്നത്, അറിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് ഗർഭധാരണത്തിന് മുൻപേയുള്ള ചില പീരീഡ്സ് ഉണ്ട്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൈമാണ്. ഈ ഒരു സമയത്ത് എന്തൊക്കെ ശ്രദ്ധയാണ്, മാനസികവും ശാരീരികവുമായിട്ടുള്ള ആരോഗ്യത്തിന് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയതാണ് ഇന്ന് എസ് കെ ജംഗ്ഷനിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ട് നമ്മുടെ കൂടെയുള്ളത് ഡോക്ടർ ബനീഷ KP, കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ്
ഗൈനക്കോളജിസ്റ്റ് ഫ്രം മിച്ചറ ഹോസ്പിറ്റൽ തിലകം. മാം, നമ്മൾ ആരോഗ്യം മെച്ചപ്പെടുത്താനായിട്ടുള്ള ജീവിത ശൈലികളിൽ എന്തൊക്കെ മാറ്റം വരുത്താം എന്നുള്ളത് നമ്മൾ കേട്ടു. അതുപോലെ തന്നെ ഭക്ഷണത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താം, എന്തൊക്കെ ഒഴിവാക്കണം, എന്തൊക്കെ നമ്മൾ കഴിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു സമയത്ത്, അല്ലെങ്കിൽ ഓക്കെ ഒരു കുഞ്ഞിനെ നമുക്കൊരു ജന്മം കൊടുക്കാം എന്ന് പറഞ്ഞ് അവർ തയ്യാറാകുന്ന ഈ ഒരു സമയത്ത് ചില മരുന്നുകൾ കഴിക്കാൻ പാടില്ല എന്നൊക്കെ നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പം അതിലെന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്? മരുന്നുകളെന്ന് പറയുമ്പോൾ നമ്മൾ ഈ കൂടെ പെയിൻ കില്ലേഴ്സ് കഴിക്കുന്നത് നമുക്ക് നല്ലതല്ല. പിന്നെ ചില ആൾക്കാർ ഒരു ചെറിയ പനി വരുമ്പോഴേക്കും ആൻറ്റിബയോട്ടിക്സ് എടുത്ത് കഴിക്കും. അത് ഫ്രീക്വൻ്റ് ആയിട്ട് ആൻറ്റിബയോട്ടിക് കഴിക്കുന്നതും നല്ലതല്ല. പിന്നെയുള്ളത് പ്രഗ്നൻ്റ് ആവുന്നതിന് മുമ്പ് നമ്മൾ എടുത്തിരിക്കേണ്ട ചില വാക്സിൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആ വാക്സിൻസ് എടുത്തു കഴിഞ്ഞ് കുറച്ച് സമയത്തേക്ക് നമുക്ക് പ്രഗ്നൻസി അവോയ്ഡ് ചെയ്യേണ്ടി വരും. അങ്ങനെ 2-3 വാക്സിൻസ് ഉണ്ട്. പിന്നെ അതുപോലെ വൈറ്റമിൻ ഡി ഒക്കെ ഇപ്പോൾ എല്ലാവർക്കും കുറവാണ്, സൺലൈറ്റ് എക്സ്പോഷർ ഒന്നും ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ വൈറ്റമിൻ ഡി ഒക്കെ എല്ലാവരും പ്രഗ്നൻസി ആവുന്നതിന് മുമ്പേ ചെക്ക് ചെയ്ത് അതിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാം. ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മരുന്നുകൾ വരുന്നത്. ഇപ്പം നമ്മൾ ഗർഭധാരണത്തിന് മുന്നേ ഉള്ള സമയം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കേട്ടോ. അപ്പം ഈ ഒരു ടൈം ഇപ്പോൾ ഗർഭധാരണത്തിലായിരിക്കുമ്പോൾ മരുന്നുകൾ എന്തൊക്കെ കഴിക്കാൻ പാടില്ല, അങ്ങനെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ടോ? ഗർഭിണിയാവാൻ പ്ലാൻ ചെയ്യുന്ന എല്ലാവരും കഴിക്കേണ്ട മരുന്നുകളുണ്ട്. ഫോളിക് ആസിഡ് എന്ന് പറഞ്ഞിട്ടുള്ള മരുന്ന്. പിന്നെ ഗർഭിണിയായതിനു ശേഷം ഇനീഷ്യൽ പീരീഡ് ഓഫ് പ്രഗ്നൻസിയിൽ മാക്സിമം എല്ലാ മരുന്നുകളും അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. പക്ഷേ ചില ആൾക്കാർക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള വോമിറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ മരുന്നുകൾ അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ വരാം. അങ്ങനെയുള്ളവർക്ക് മരുന്ന് കഴിക്കാം. അൺനെസസറി ആയിട്ട് നമ്മൾ ഒരു മരുന്നും കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് ഇനീഷ്യൽ പാർട്ട് ഓഫ് പ്രഗ്നൻസിയിൽ. വേറെ നിവൃത്തിയില്ലെങ്കിൽ നമുക്ക് വോമിറ്റിങ്ങിനും ഗ്യാസിനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇനീഷ്യൽ പാർട്ട് ഓഫ് പ്രഗ്നൻസിയിൽ. അപ്പം വേറെ നിവൃത്തിയില്ലെങ്കിൽ നമ്മൾ മരുന്ന് കഴിക്കാം. മാക്സിമം നമ്മൾ എല്ലാ മരുന്നുകളും അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ഗർഭിണിയാകാനായിട്ട് നമ്മൾ തയ്യാറെടുക്കുന്ന ആ ഒരു സമയത്ത് നമ്മൾ ഒഴിവാക്കേണ്ട മരുന്നുകൾ എന്തൊക്കെ എന്നുള്ളത് കേട്ടു. അതിനുശേഷമുള്ള ഇനീഷ്യൽ പീരീഡിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ എന്നുള്ളത് കേട്ടു. ഇതുപോലെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പലവിധമായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കാം പാട്ടുകൾക്ക് ശേഷം. ദിസ് ഈസ് SK ജംഗ്ഷൻ. കൂടെയുള്ളത് ജോ ആണ്. 89.6 FM സർഗക്ഷേത്ര. SK ജംഗ്ഷൻ. ഈ ഒരു കുഞ്ഞത്ഭുതം എന്ന പേരിൽ വിശേഷം എന്ന സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സിനിമ നമ്മൾ ഒരുപാട് നമ്മുടെ കൺസെപ്ഷനെ അല്ലെങ്കിൽ നമ്മുടെ ധാരണകളെയൊക്കെ മാറ്റിമറിച്ച ഒരു സിനിമയാണ്. ഒരുപാട് ഐഡിയാസ് അല്ലെങ്കിൽ ഒരു ഗർഭധാരണം എന്ന് പറഞ്ഞതിനെ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് ചർച്ച ചെയ്ത ഒരു സിനിമയാണ്. ആക്ച്വലി ആ സിനിമയാണ് എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. ഫുള്ളി ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദമ്പതികൾ കുഞ്ഞിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നു. പക്ഷേ സൊസൈറ്റി അവരെ നിർബന്ധിച്ചുകൊണ്ടേ ഇരിക്കുന്നു. എന്താണ് വാട്ട് നെക്സ്റ്റ്, എന്തായി ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇത് അവർക്ക് ഏൽക്കുന്ന മാനസികമായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ പലവിധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൂടി ചേരുന്നതാണ് നമ്മുടെ ഒരു ആരോഗ്യം എന്ന് പറയുന്നത്, മാനസിക ആരോഗ്യം എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ഗർഭധാരണത്തിന് മുൻപുള്ള സമയത്ത് മാനസിക ആരോഗ്യം എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്? മെൻ്റൽ ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാവർക്കും, ഗർഭിണിയാവുന്നതിന് മുമ്പും ശേഷവും എല്ലാം. ഇപ്പോൾ കല്യാണം കഴിഞ്ഞ ഉടനെ ആൾക്കാർ ചോദിക്കാൻ തുടങ്ങും ആയില്ലേ എന്നുള്ളത്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ തന്നെ അവർക്കൊരു സ്ട്രെസ്സാണ്. അപ്പോൾ സ്ട്രെസ്സ് കൂടിക്കഴിഞ്ഞാൽ പിന്നെ ഓവുലേഷൻ ഡിലേ വരാം, പ്രഗ്നൻ്റ് ആവാൻ ഡിലേ വരാം. അപ്പോൾ എല്ലാവരും സ്ട്രെസ്സ് കുറയ്ക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പിന്നെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എല്ലാവർക്കും ജോലിപരമായിട്ടുള്ള സ്ട്രെസ്സുകളുണ്ട്, വീട്ടിൽ നിന്നുള്ള സ്ട്രെസ് ഉണ്ടാവും. അപ്പോൾ എല്ലാം കൂടെ മാനേജ് ചെയ്ത് നമ്മളെപ്പോഴും മെൻ്റൽ ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസരത്തിൽ നമ്മൾ എന്തെങ്കിലും കൗൺസിലിംഗ് എടുത്തതിന് ശേഷം പ്രഗ്നൻസി അറ്റംപ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ എന്താ മെൻ്റൽ ഹെൽത്ത് എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്, അതെങ്ങനെ നമുക്ക് ശ്രദ്ധിക്കാം തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ കേട്ടു. ഇതുപോലെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെ കേൾക്കാൻ അറിയാം. SK ജംഗ്ഷനിലൂടെ കൂടെയുള്ളത് ജോ ആണ്. 89.6 FM സർഗക്ഷേത്ര. SK ജംഗ്ഷൻ. വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗർഭധാരണത്തിന് മുൻപുള്ള സമയങ്ങളെക്കുറിച്ചാണ്. ഒരു ഇനീഷ്യൽ പീരീഡ്, നമുക്ക് കുഞ്ഞുങ്ങളാകാമെന്ന് ദമ്പതികൾ തീരുമാനിക്കുന്ന ആ ഒരു സമയത്ത് അവർ ചെയ്യേണ്ട അല്ലെങ്കിൽ അവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യം മെച്ചപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരാനായി നമ്മുടെ കൂടെയുള്ള ഗസ്റ്റ് ഡോക്ടർ ബനീഷ KP, കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ഫ്രം മിച്ചറ ഹോസ്പിറ്റൽ തിലകം. മാം, നമ്മൾ മാനസികമായിട്ട് എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് എടുക്കാൻ, മാനസിക ആരോഗ്യം നിലനിർത്താനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ എന്നുള്ളത് കേട്ടു. അടുത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ
ഏത് പ്രായപരിധിക്കും നമുക്ക് ഈ ഒരു ഗർഭധാരണം നടത്താൻ പറ്റുമോ എന്നുള്ളതായിരുന്നു ഒരു സംശയം. ഇപ്പം പുരുഷന്മാർക്ക് ഒന്ന്, സ്ത്രീകൾക്ക് മറ്റൊന്ന്, അങ്ങനെ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, അതോ ഏത് ടൈമിലും നമുക്കിത് നടത്താം അല്ലെങ്കിൽ അറ്റംപ്റ്റ് ചെയ്യാം എന്നുള്ളൊരു എങ്ങനെയാണത്? സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ പ്രഗ്നൻസി ഒരു 30 വയസ്സിന് മുമ്പ് ആവുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ 30 വയസ്സിന് ശേഷമാണ് കല്യാണം കഴിക്കുന്നത്. അതുകൊണ്ട് മാക്സിമം 35 വയസ്സിന് മുമ്പേ നമുക്ക് പ്രഗ്നൻസി ആവാനായിട്ട് ശ്രമിക്കാം. പുരുഷന്മാർക്ക് അങ്ങനെ ഒരു കറക്റ്റ് ഒരു പ്രായപരിധി അങ്ങനെ പറയുന്നില്ല. ഒരു 40 വയസ്സിന് താഴെ ആയിരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ സ്ത്രീകൾക്ക് പ്രായം കൂടുന്നതിനനുസരിച്ച് അവരുടെ ഓവറിയുടെ കപ്പാസിറ്റി കുറഞ്ഞു വരും. അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന എഗ്ഗിൻ്റെ ക്വാളിറ്റി കുറഞ്ഞു വരും. അപ്പോൾ നാച്ചുറൽ പ്രഗ്നൻസി ആവാൻ സാധ്യത കുറഞ്ഞു വരും. അപ്പോൾ എപ്പോഴും 30 വയസ്സിന് മുമ്പേ ആദ്യത്തെ പ്രഗ്നൻസി ആവുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ പ്രായം കൂടുന്നതിനനുസരിച്ച് നമുക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, ഈ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ അതുപോലത്തെ അസുഖങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ് പ്രായം കൂടുന്നതിനനുസരിച്ച്. അപ്പോൾ ഇങ്ങനത്തെ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് പ്രഗ്നൻസി കോംപ്ലിക്കേഷൻസ് വരാനും സാധ്യത കൂടുതലാണ്. അപ്പോൾ ഏറ്റവും നല്ല പ്രായം എന്ന് പറയുന്നത് 30 വയസ്സിന് മുമ്പാണ്. ഓക്കെ. അപ്പം പുരുഷന്മാർക്ക് അങ്ങനെ പ്രായപരിധി ഉണ്ടോ? പുരുഷന്മാരാണെങ്കിലും അവരുടെ സ്പേംസിൻ്റെ ക്വാളിറ്റിയും പ്രായം കൂടുന്നതിനനുസരിച്ച് കുറഞ്ഞു വരും. അവർക്കാണെങ്കിലും ഈ ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോൾ അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അവർക്കാണെങ്കിലും ഒരു 35 വയസ്സിന് താഴെ ആയിരിക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ. അപ്പം പുരുഷനും സ്ത്രീയും ഈ ഒരു ഗർഭധാരണത്തിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ പ്രായപരിധിയെക്കുറിച്ച് സംശയങ്ങളുണ്ടെങ്കിൽ അതിനൊരു ഉത്തരമാണ് നമുക്ക് മാമത ഇപ്പോൾ നൽകിയത്. അപ്പം ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ കേൾക്കാനുണ്ട്, അറിയാം SK ജംഗ്ഷനിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM കാതോരം, കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Junction. സർഗക്ഷേത്ര 89.6 FM-ൽ SK ജംഗ്ഷനാണ്. കൂടെയുള്ളത് ജോ ആണ്. ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗർഭധാരണത്തിന് മുൻപുള്ള ആ ഒരു സമയം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൈമാണ്. ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് കേട്ടുകൊണ്ടേയിരിക്കുന്നത്. നമ്മുടെ കൂടെയുള്ളത് ഡോക്ടർ ബനീഷ KP, കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ് ഫ്രം മീറ്ററ ഹോസ്പിറ്റൽ, തിലകം. മാം, നമ്മൾ ഇതിന് മുന്നേ ഉള്ള പീരീഡ്സ് എങ്ങനെ ശ്രദ്ധിക്കാം, മാനസികമായിട്ടുള്ള ആരോഗ്യത്തിന്, ശാരീരികമായിട്ടുള്ള ആരോഗ്യത്തിന് എന്തൊക്കെ കഴിക്കാം, എന്തൊക്കെ കഴിക്കാതിരിക്കാം, എന്തൊക്കെ ആരോഗ്യശീലങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് തുടങ്ങിയതൊക്കെ നമ്മൾ കേട്ടു. അതുപോലെ തന്നെ ചില കാര്യങ്ങൾ നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട്. ഇപ്പം സമൂഹത്തിൽ ഇങ്ങനെ പറയാറുണ്ട്, ഇപ്പം ഇങ്ങനെയുള്ള ആളുകൾ ചിലപ്പോൾ പ്രഗ്നൻ്റ് ആവാനുള്ള ചാൻസ് കുറവാണ് എന്നുള്ളത് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സംശയമുള്ളൊരു കാര്യമാണ് നമുക്ക് എല്ലാവർക്കും, ഇപ്പം അമിതവണ്ണം അല്ലെങ്കിൽ ഒബീസിറ്റി ഉള്ള ആളുകൾ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഉള്ള ആളുകൾക്ക് ഈ പ്രഗ്നൻ്റ് ആവാനായിട്ടുള്ള ചാൻസസ് ഭയങ്കര കുറവാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം അത് എത്രമാത്രം ശരിയാണ്? ഒബീസിറ്റി എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. വെയിറ്റ് ഒരുപാട് കൂടുതലുള്ള ആൾക്കാർക്ക് ഓവുലേഷൻ നടക്കാൻ സാധ്യത കുറവാണ്. അപ്പം അങ്ങനത്തെ ആൾക്കാർക്ക് പ്രഗ്നൻസി ആവാനും ബുദ്ധിമുട്ടുകളായിരിക്കും. അപ്പോൾ ഒബീസ് ആയിട്ടുള്ള ആൾക്കാർ നേരത്തെ തന്നെ ഡോക്ടറിനെ കണ്ട് അതിന് വേണ്ടിയിട്ടുള്ള കൗൺസിലിംഗ് എടുത്തിട്ട് ഗർഭിണിയാവുന്നതായിരിക്കും നല്ലത്. പിന്നെ കല്യാണം കഴിച്ച ഉടനെ ഗർഭിണിയാവണം അങ്ങനെയൊന്നും ഇല്ല. നമ്മൾ ഇപ്പം പ്രായം കുറവുള്ള ഒരാളാണ്, വേറെ അസുഖങ്ങളൊന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ നമുക്ക് കുറച്ച് നാൾ വെയിറ്റ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. ഇടയ്ക്കൊരു ഡോക്ടറിനെ കണ്ട് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. പ്രായം കൂടുതലുള്ള ആൾക്കാരാണെങ്കിൽ നേരത്തെ കാര്യങ്ങൾ നോക്കുക. പിന്നെ ഒബേസിറ്റി ഉള്ള ആൾക്കാർ വെയിറ്റ് കുറച്ചിട്ട് പ്രഗ്നൻസി അറ്റംപ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം പ്രഗ്നൻസി ആയിക്കഴിഞ്ഞാൽ പിന്നെയും ഒരു 15 കിലോ നമ്മൾ കൂടാൻ സാധ്യതയുണ്ട്. അപ്പം അത്രയും കൂടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ലൈഫ് സ്റ്റൈൽ ഒരുപാട് പ്രശ്നങ്ങളായിരിക്കും, പ്രഗ്നൻസിയിലും കോംപ്ലിക്കേഷൻസ് ആയിരിക്കും. അപ്പം മെയിൻലി വെയിറ്റ് നല്ല കുറച്ചിട്ട് പ്രഗ്നൻസി അറ്റംപ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇപ്പം നമുക്കറിയാം ലൈഫ് സ്റ്റൈൽ ഡിസീസസിൽ എന്തൊക്കെ കാര്യങ്ങൾ, അപ്പം അല്ലെങ്കിൽ ഒബീസിറ്റിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം എന്നുള്ളത് മാം പറഞ്ഞു. അതുപോലെ തന്നെ മറ്റ് പല അസുഖങ്ങൾ അതിനുവേണ്ടി ലൈഫ് ലോങ്ങിൽ മരുന്ന് കഴിക്കുന്ന ആളുണ്ട്. ഇപ്പം ചിലപ്പം ആസ്മ പോലുള്ള അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവരുണ്ടായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ ഒരു ടെൻഷനാണ്, ഓക്കെ ഞാൻ കൺസീവ് ചെയ്യാൻ തുടങ്ങിയാൽ അല്ലെങ്കിൽ കൺസീവ് ആ ഒരു പീരീഡിൽ എനിക്ക് എന്തെങ്കിലും സംഭവിക്കും എന്നുള്ളത് അവർക്ക് ചിലപ്പോൾ ടെൻഷൻ, അല്ലെങ്കിൽ അവരെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ആളുകൾക്ക് അതൊരു ടെൻഷനായിരിക്കും. ഇത് ഓക്കെ ആയിരിക്കുമോ അവൾക്ക്, അല്ലെങ്കിൽ എൻ്റെ മോൾക്ക് ഇത് ഓക്കെ ആയിരിക്കുമോ എന്നുള്ളൊരു ഭയം ഉണ്ടായിരിക്കും. അപ്പം അത് എങ്ങനെ നമുക്കൊന്ന് ടാക്കിൾ ചെയ്യാനായിട്ട് പറ്റും? അത് അവരെന്തൊക്കെ കാര്യങ്ങളാണ് എസ്പെഷ്യലി ശ്രദ്ധിക്കേണ്ടത്? ഇപ്പം ആസ്മ, ഇപ്പം ഡയബറ്റീസ് ആണെങ്കിലും ഹൈപ്പർ ടെൻഷൻ ആണെങ്കിലും ആസ്മയാണെങ്കിൽ തൈറോയിഡ്, സൈക്കാട്രിക് ഇഷ്യൂസ്, അപസ്മാരത്തിൻ്റെ ഇഷ്യൂസ്, അങ്ങനെ എല്ലാം ഉള്ളവർക്കും പ്രഗ്നൻസി ആവാം. പക്ഷെ അതെല്ലാം നമ്മൾ മരുന്ന് കഴിച്ച് കൺട്രോളിലായിട്ടിരിക്കണം പ്രഗ്നൻസി ആവുന്നത്. അപ്പോൾ നമ്മൾ ആ മെഡിസിൻ കഴിച്ച് അതിപ്പോൾ ഷുഗർ ആണെങ്കിലും പ്രഷർ ആണെങ്കിലും കൺട്രോൾ ആയിട്ടിരിക്കണം എന്നേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൻ്റെ കോംപ്ലിക്കേഷൻസ്, അതുമൂലം വരാവുന്ന കോംപ്ലിക്കേഷൻസ് നമുക്ക്
കുറയ്ക്കാൻ പറ്റും. എല്ലാ അസുഖങ്ങളും പ്രഗ്നൻസി ആകുമ്പോൾ കുറച്ചും കൂടെ കൂടാം. നമുക്കതിൻ്റെ മരുന്നുകൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒരുപാടുണ്ട്, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ നിരവധി എന്ന് പറഞ്ഞുകൊണ്ട് പാട്ടുകളിലേക്കാണ് SK ജംഗ്ഷൻ ഇനിയുള്ളത്. പാട്ടുകൾക്ക് ശേഷം കേൾക്കാം കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Junction. വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെയുള്ളത് ജോ ആണ്. ആദ്യത്തെ കൺമണി ആണായിരിക്കണം, അച്ഛനെ പോലെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞ പോലെ ആദ്യത്തെ കുഞ്ഞുണ്ടാക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ്, ഭയങ്കര ശ്രദ്ധയൊക്കെ. പക്ഷെ പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നൊരു കാര്യം, രണ്ടാമത്തെ ഒരു കുഞ്ഞിനെ കൺസീവ് ചെയ്യുന്ന സമയത്ത് ഓക്കെ ഇതെനിക്കറിയാം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫോർമാറ്റ് പല റീൽസിലൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പം ഈ ഒരു രണ്ടാമത്തെ കുഞ്ഞിനെ നമ്മൾ ഗർഭധാരണത്തിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ രണ്ടാമതൊരു കുഞ്ഞ് നമുക്ക് വേണം എന്നൊരു ദമ്പതികൾ തയ്യാറാകുന്ന സമയത്ത് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ അവർ കുറച്ചും കൂടെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടോ തുടങ്ങിയ സംശയങ്ങൾ നമുക്കുണ്ട്. ഈ സംശയത്തിന് അല്ലെങ്കിൽ നമ്മുടെ ചോദ്യത്തിന് ഉത്തരം നൽകാനായി നമ്മുടെ കൂടെയുള്ളത് ഡോക്ടർ ബനീഷ KP, കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ഫ്രം മീറ്ററ ഹോസ്പിറ്റൽ, തിലകം. മാം, ഇതാണ് നമ്മുടെ ചോദ്യം. നമ്മൾ രണ്ടാമത് ഒരു കുഞ്ഞിനെ ഗർഭധാരണത്തിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഗർഭം ധരിക്കാനായിട്ട് തയ്യാറാകുമ്പോൾ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടോ? അധികം പ്രായമില്ല, ട്രീറ്റ്മെൻ്റ് ഒന്നും എടുക്കാതെ ഗർഭിണിയായിട്ടുള്ള ഒരാളാണെങ്കിൽ രണ്ടാമത്തെ ഒരു കുഞ്ഞാവാൻ 3 വർഷമെങ്കിലും നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. ആദ്യത്തെ കുട്ടി ഏകദേശം സ്കൂളിൽ അല്ലെങ്കിൽ നഴ്സറിയിൽ പോകാൻ തുടങ്ങുന്ന സമയത്തേക്ക് രണ്ടാമത്തേത് പ്ലാൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പം നമുക്ക് പെട്ടെന്ന് കുട്ടികളെ വേണ്ട എന്നുള്ളവരെ എന്തായാലും കോൺട്രാസെപ്ഷൻ എന്തെങ്കിലും ഓപ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഗർഭനിരോധനത്തിന് വേണ്ടിയിട്ട്. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഡോക്ടറിനെ കണ്ട് ഗർഭനിരോധന മാർഗ്ഗങ്ങൾ ഏതെങ്കിലും നമ്മൾ സ്വീകരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ നമ്മളിപ്പോൾ ഒരുപാട് ചികിത്സയൊക്കെ എടുത്ത് ഗർഭിണിയായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അധികം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അവർ പെട്ടെന്ന് തന്നെ ആവുന്നതായിരിക്കും നല്ലത്. പിന്നെ വെയിറ്റ് ചെയ്യുന്നവർ ഇപ്പോൾ ഒരു 3 വർഷം കഴിഞ്ഞിട്ട് ആവാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ വെയിറ്റൊക്കെ പ്രഗ്നൻസിക്ക് മുമ്പുണ്ടായിരുന്ന വെയിറ്റിലേക്ക് എത്തുക, എക്സസൈസൊക്കെ ചെയ്ത് നമ്മുടെ അബ്ഡോമിനൽ മസിൽസിൻ്റെയൊക്കെ സ്ട്രെങ്ത്ത് തിരിച്ചാക്കുക, അതെല്ലാം ചെയ്ത് നമ്മുടെ ബോഡി ഫിറ്റ് ആയതിനു ശേഷം സെക്കൻഡ് പ്രഗ്നൻസി അറ്റംപ്റ്റ് ചെയ്യുന്നതായിരിക്കും ഒരു ഐഡിയൽ സിറ്റുവേഷൻ. പക്ഷേ നമുക്ക് ഒത്തിരി പ്രായമാണ്, നമ്മൾ ആദ്യത്തെ പ്രഗ്നൻസി തന്നെ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടൊക്കെ ആയവരാണെങ്കിൽ ഒത്തിരി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. 1 വർഷം 1.5 വർഷം ആകുമ്പോഴത്തേക്കും അടുത്തത് ട്രൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം ഈ മൂന്നാമതൊരു പ്രഗ്നൻ്റ് ആവാം എന്ന് തയ്യാറെടുക്കുമ്പോഴും ഈ ഒരു 3 വർഷത്തെ ഗ്യാപ്പ് തന്നെയാണോ നമ്മൾ ഫോളോ ചെയ്യേണ്ടത്? അത്രയും നമുക്ക് നമ്മുടെ ഏജ് അനുവദിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഫോളോ ചെയ്യാം. ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു ഫസ്റ്റ് പ്രഗ്നൻസി ഒരു 25 വയസ്സിലായി കഴിഞ്ഞാൽ സെക്കൻഡ് നമുക്കൊരു 29-30 ആകുമ്പോൾ നോക്കാം, തേർഡ് ഒരു 30-33 ആകുമ്പോൾ നോക്കാം. ബിഫോർ 35 ഫാമിലി കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു ഗർഭധാരണത്തെ സംബന്ധിച്ചുള്ള പലവിധമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കേട്ടു. നമ്മുടെ അറിവുകളൊന്നും ഇവിടെ തീരുന്നില്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് SK ജംഗ്ഷനിൽ പാട്ടുകളാണ്. കൂടെയുള്ളത് ജോ ആണ്. 89.6 FM സർഗക്ഷേത്ര. SK Junction. സർഗക്ഷേത്ര 89.6 FM SK ജംഗ്ഷനാണ്. ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗർഭധാരണത്തിന് മുന്നോടിയായിട്ടുള്ള ചില കാര്യങ്ങൾ, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, കേട്ടിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ കാര്യങ്ങൾ പറഞ്ഞു തരാനായി നമ്മുടെ കൂടെയുള്ളത് ഡോക്ടർ ബനീഷ KP, കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ഫ്രം മീറ്ററ ഹോസ്പിറ്റൽ, തിലകം. നമ്മളിന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മളിന്ന് കേട്ടു. നമ്മൾ ഭക്ഷണശീലത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ, ആരോഗ്യശീലങ്ങൾ അല്ലെങ്കിൽ ആരോഗ്യശൈലിയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ കേട്ടു. ഡെയിലി ലൈഫിൽ വരുത്തേണ്ട മാറ്റങ്ങളൊക്കെ നമ്മൾ കേട്ടു. അപ്പം എന്താണ് മാമിന് അവസാനമായിട്ട് നമ്മുടെ കേട്ടുകൊണ്ടിരിക്കുന്നവരോട് പറയാനായിട്ടുള്ളത്? കല്യാണം കഴിഞ്ഞ് ഒരു 3-4 മന്ത്സ് ആവുമ്പോൾ നമ്മൾ പ്രഗ്നൻസി ഒരു പ്ലാൻ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിൽ എത്തുമ്പോൾ നമുക്കതിന് മുമ്പായിട്ട് ഒരു ഡോക്ടറിനെ കാണാം. പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്തെങ്കിലും ടെസ്റ്റുകൾ ചെയ്യാനുണ്ടോ, സ്കാനിങ്, ബ്ലഡ് ടെസ്റ്റ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതെല്ലാം ചെയ്ത് നോക്കി നമുക്ക് ഒരു കുഴപ്പമില്ല എന്ന് കൺഫേം ചെയ്തതിന് ശേഷം നമുക്ക് പ്രഗ്നൻസി അറ്റംപ്റ്റ് ചെയ്യാം. നമുക്ക് ഇനഫ് സമയം കൊടുക്കാം. ചില ആൾക്കാരൊക്കെ സ്കാനിങ് ചെയ്യുമ്പോഴായിരിക്കും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മളൊരു ഫൈബ്രോയിഡ്, സിസ്റ്റ്, ഓവറിയിൽ സിസ്റ്റ് അങ്ങനെയൊക്കെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്കതൊക്കെ മാനേജ് ചെയ്യാനുള്ള സമയം കിട്ടും. പിന്നെ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കുക. പിന്നെ ചില വാക്സിൻസ് നമ്മൾ പ്രഗ്നൻസി അറ്റംപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് എടുക്കാനുണ്ട്, മരുന്നുകൾ എടുക്കാനുണ്ട്, ലൈഫ് സ്റ്റൈൽ നോക്കാനുണ്ട്. എല്ലാം നമ്മളൊരു ഡോക്ടറിനെ കണ്ട് കൺസൾട്ട് ചെയ്ത് പ്ലാൻ ചെയ്യുന്നതായിരിക്കും പ്രഗ്നൻസി ഔട്ട്കം നല്ലതായിട്ട് വരാൻ ഇമ്പോർട്ടൻ്റ് ആണ്.
ഓക്കെ, അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്കൊരു ഡോക്ടറിനെ തന്നെ പോയി കാണാം, നമ്മുടെ സംശയങ്ങളൊക്കെ മാറ്റാം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ SK ജംഗ്ഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുക. നമ്മുടെ ആരോഗ്യം നമുക്ക് മെച്ചപ്പെടുത്താനുള്ള പല വിധമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് SK ജംഗ്ഷനിൽ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. സോ ദിസ് ഈസ് RJ Jo signing off from SK Junction and you are listening to സർഗക്ഷേത്ര 89.6 FM കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര.